ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വവും അവൻ്റെ നാമത്തിന് മാത്രം ആയിരിക്കട്ടെ. യേശുവിനെ പോലെ ഒരു ദൈവമില്ല. മരണത്തെയും പാതാളത്തെയും കീഴടക്കിയ ഒരു ദൈവമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവം ഒന്നും തന്നെയില്ല. നമ്മൾ ചുറ്റോടിയിട്ട് ഒരുപാട് ദൈവങ്ങളെ കാണുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ജീവിക്കുന്ന ദൈവം, മനുഷ്യവർഗത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ഇല്ല അല്ലേ. അപ്പോൾ അവനിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ. അവനെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമില്ലാതെ ദൈവത്തെ ഒരിക്കൽ പോലും നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ബൈബിളിലേക്ക് വരുമ്പം കാണാൻ പറ്റും, മനുഷ്യര് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ അത് പോൾ എഴുതിയിരിക്കുന്ന കാര്യം, യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബ് എഴുതിയിരിക്കുന്ന കാര്യം വിശ്വാസം കൊണ്ട് മാത്രമല്ല നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവർത്തികൾ കൊണ്ടും കൂടിയാണ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ, ആദ്യമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കൊരു മിക്കവാറും തന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ടീച്ചർ എങ്ങായിരുന്നു ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, ഞങ്ങൾ തേടിയിട്ട് സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളുടെ കരുണയ്ക്കായിട്ട് നന്ദി വരുന്നു. യേശു എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനായിട്ട് കർത്താവെ, ഓ ജീസസ് മസ്റ്റ്, അങ്ങയുടെ ചിറകിന്റെ കീഴിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ കരുതുന്നത് പോലെ കർത്താവ് ഞങ്ങളെ കരുതുന്നതിനായിട്ട് നന്ദി പറഞ്ഞു കർത്താവെ. ഓരോ നിമിഷവും കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്വന്തം ഉള്ളം കൈയിലെ കർത്താവ് കൊണ്ട് നടക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിലെ പിതാവെ, അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിലാമേ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിലാമേ മാസ്റ്റർ ഗാഡ്, ഞങ്ങൾ വചനം വായിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ആണ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിന് ആമേ. നമുക്കിന്ന് യാക്കോബിലേക്ക് പോകാം. യാക്കോബിന് 2-ാമത്തെ അധ്യായത്തിന്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. യാക്കോബിന്റെ, അതായത് ജെയിംസ് അല്ലെ, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ജെയിംസ് എന്ന് പറയും. അതിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 24 തൊട്ട് 26 വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്നു നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യ ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിക്കായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നു അല്ലെ. അപ്പൊ ആത്മാവ് ഇല്ലാത്ത ശരീരം എങ്ങനെയായിരിക്കും നിർജീവമായിരിക്കുന്നത്? പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസവും നിർജീവമാണ് എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ യാക്കോബ് പറയുന്നത് പ്രവൃത്തികൾ തന്നെ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ഒരു കൺഫ്യൂഷന്റെ കാര്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എഫേസ്യർക്ക് ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും അല്ലെ, 8 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ വായിക്കുക. പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസം കൊണ്ടാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് പോൾ അവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ 16-31 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല, പക്ഷെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അല്ലെ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വ്യക്തികൾ രക്ഷിക്കപ്പെടുന്നത് അല്ലെ, വിശ്വാസം കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം എബ്രാമിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം അല്ലെ, ആ വിശ്വാസത്തെ ദൈവം റൈച്ചസ്നെസ് ആയിട്ട് കൗണ്ട് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. റോമക്കത്ത് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്റർ അത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നു. ഗലാത്യക്കത്ത് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ ചാപ്റ്റർ 16-ാമത്തെ വാക്കിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, വിശ്വാസം കൊണ്ട് തന്നെയല്ല, വിശ്വാസമല്ല പ്രവർത്തികൾ തന്നെ നീതീകരിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെയാണ് അല്ലെ. പോൾ ഒരു കാര്യം പറയുന്നത്, യാക്കോബ് ഇവിടെ വേറൊരു കാര്യം പറയുന്നു അല്ലെ. അപ്പൊ ഇതൊന്ന് ബൈബിള് തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുവാണ് അല്ലെ. ബൈബിളിൽ തെറ്റ് വന്നതാണോ? അവര് 2 ഓതേഴ്സ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് നിറഞ്ഞിരുന്ന ഓതേഴ്സ് അല്ലെ, അവര് എന്താ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് സംസാരിച്ച തെറ്റെഴുതിയതാണോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉള്ളൊരു വാക്കാണ് അല്ലെ. അപ്പൊ നമ്മള് ചിലരെങ്കിലും വിചാരിക്കും പോൾ അപ്പോസ്റ്റലനായിരുന്നു, പക്ഷെ യാക്കോബ് അപ്പോസ്റ്റലൻ
ഡോക്ടറിനായിരുന്നില്ല. അപ്പൊ ഈ യാക്കോബ് എന്ന് പറയുന്നത് നേരത്തെ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യാക്കോബ് അല്ലല്ലോ. അപ്പൊ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യാക്കോബിനെയാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ ഇടയ്ക്ക് കൊല്ലുന്നത്. അപ്പൊ അതിനു മുമ്പ് സ്റ്റെഫാനിയോസ് അല്ല സ്റ്റീഫനെയൊക്കെ കൊന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ ഇടയ്ക്ക് പറയുവാണെങ്കിൽ ആദ്യമായിട്ട് എന്താ പറയുക യേശുക്രിസ്തുവിന് വേണ്ടി മരണം വഹിക്കുന്ന ആളാണ്, മരിച്ച ആളാണ് യാക്കോബ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ യാക്കോബ് അതല്ല. ഈ യാക്കോബും അല്ലെങ്കിൽ ജൂഡ എന്ന് പറയുന്ന ഒരു 2 ബുക്കുണ്ട്, യൂഥാന്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ബുക്കിനെ പറ്റി അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് പൊതുവെ ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായിരുന്നവർ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അല്ല, മേരിയുടെ മക്കളായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവരെ പറ്റി അവര് അപ്പോസ്തലന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു. അപ്പൊ ഇവിടെ യാക്കോബ് പറയുന്നു പ്രവൃത്തികൾ വിശ്വാസത്വം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലാണ് രക്ഷിക്കപ്പെടുന്നത് പറഞ്ഞു, നീതീകരിക്കപ്പെടുന്നു പറഞ്ഞു. അവിടെ പോള് തിരിച്ചു പറയുന്നു പ്രവൃത്തി കൊണ്ടല്ല, എന്താ പറയുന്നത്, വിശ്വാസം കൊണ്ടാണ്. അപ്പൊ നമുക്കത് ക്ലാരിറ്റി വരുത്തിന് വേണ്ടി അപ്പം ഒരു കാര്യം മനസ്സിലാവും, പോള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോള് പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നത് പോളിനെ അപ്പോസ്റ്റലിനൊക്കെ വിളിച്ചിരുന്നത് ജെന്റൈൽസിന് വേണ്ടി, ജാതികൾക്ക് വേണ്ടി അല്ല. അപ്പം നമുക്കറിയാം ഒരുപാട് ജാതികൾക്കിടയിൽ സംസാരിച്ചുകൊണ്ട് പ്രീച്ച് ചെയ്തിരുന്ന ആളായിരുന്നല്ലോ. അപ്പൊ ആദ്യമൊക്കെ പോള് തന്നെ മിഷണറി ട്രിപ്പിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ടൊക്കെ പോകുന്ന സിനഗോഗിലേക്കൊക്കെ പോയി പ്രീച്ച് ചെയ്യുന്നത്. പക്ഷെ അവിടുന്ന് എന്താ പറഞ്ഞ ആ സിനഗോഗിൽ പ്രീച്ച് ചെയ്യുന്ന പിന്നെ ആ സൊസൈറ്റിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ, സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അപ്പൊ പല ചർച്ചുകളും റോമർക്കെതിരെ ലേഖനത്തിലാണെങ്കിലും നമുക്ക് റോമർക്കെതിരെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ആ ചർച്ച് ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ല, ജൂതന്മാർ തന്നെ ആയിരുന്നില്ല. അത് അതിന്റെ ഇടയ്ക്ക് ജെന്റൈൽസും ഉണ്ടായിരുന്നു, ജാതികളും ഉണ്ടായിരുന്നു, ഇടകലർന്നു വന്ന ചർച്ച. അപ്പൊ പോള് വളരെയധികം ദൈവം പോളിനെ ഉപയോഗിച്ചത് ജെന്റൈൽസിന്റെ ഇടയ്ക്കാണ്, ജൂതന്മാരുടെ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ പോള് ലെറ്ററുകളൊക്കെ എഴുതിയിരിക്കും. പോളിന്റെ 13 ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ എബ്രായിക്ക് എഴുതിയ ലേഖനം അല്ലെ, ഹീബ്രൂസും ഒക്കെ എഴുതിയിരിക്കുന്നത് പോള് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പോളിന് ഒരു സ്റ്റൈലുണ്ട്, റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാം അത് ഹീബ്രൂസ് എഴുതിയിരിക്കുന്നതും പോള് തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ് അല്ലെ. കാരണം ഹീബ്രൂസിന്റെ ഓദറിന് നല്ല വിജ്ഞാനമുണ്ട്, ലോയിൽ അല്ലെ, ന്യായപ്രമാണം നല്ല വിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പോളിനെ സംബന്ധിച്ചിടത്തോളം പോള് ന്യായപ്രമാണത്തിലെ വളരെയധികം വിജ്ഞാനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അല്ലെ. ഗമാലിയലിന്റെ അടിയിൽ അല്ലെ താഴെ വിദ്യ അഭ്യസിച്ച ആളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ പോള് എഴുതിയിരിക്കുന്ന ലെറ്ററുകൾ ഇപ്പൊ ഗലേഷ്യർക്ക് എഴുതിയ ലേഖനമാണെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർ എന്ന് പറഞ്ഞ ഒരു ചർച്ചിലെ പല ചർച്ചുകളായിരുന്നു ആ ഏരിയയിലുള്ള ചർച്ചിലേക്ക് എഴുതിയിരിക്കുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ ഹീബ്രൂസ് എബ്രായിക്ക് എഴുതിയ ലേഖനമാണെന്ന് പറഞ്ഞാലും അവിടെ പിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണെങ്കിൽ പറഞ്ഞാലും പോൾ വഴി ദൈവം എഴുതിയിരിക്കുന്ന ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ചർച്ചുകളിലെ ചിലതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചപ്പോ ഗലാത്യ ചർച്ചിന്റെ കാര്യം അല്ലെങ്കിൽ ഹീബ്രൂസ് അല്ലെ എബ്രായിക്ക് എഴുതിയ ലേഖനം, അതിന്റെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോൾ അഡ്രസ് ചെയ്തിരുന്ന ആൾക്കാർ അവര് ബാക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ തിരിച്ച് ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടി എഴുതിയ ലെറ്ററുകളാണ്. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാ ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ജൂതന്മാർ വന്നിങ്ങനെ ചർച്ചിലൊക്കെ ശരിയല്ലാത്ത ഡോക്ട്രിൻ അല്ലെ, ശരിയല്ലാത്ത ഗോസ്പലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവര്. അപ്പൊ നമുക്കറിയാം ആന്റിയോക്കിലെ ചർച്ചിൽ ഇപ്പൊ പോള് മെമ്പർ ആയിരുന്ന ആന്റിയോക്കിലെ, ഇപ്പൊ പോൾ ടീച്ചർ ആയിരുന്ന ആന്റിയോക്ക് ചർച്ചിലേക്ക് വന്നിട്ട് എന്താ പറയാ ജെറുസലേമിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പരിച്ഛേദനം ഏറ്റില്ലെങ്കിൽ രക്ഷിക്കപ്പെടുത്തില്ല എന്നുള്ള ടീച്ചിങ് ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് പോളും ബർണ്ണബാസും ഒക്കെ അതിനെതിരായിട്ട് വളരെയധികം നിന്ന് സംസാരിച്ചല്ല. പിന്നെ തിരിച്ച് പോള് ബർണ്ണബാസും വേറെ കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് എന്താ പറയാ ജെറുസലേമിൽ ചെല്ലുന്നു, പീറ്ററിനെ ആൾക്കാരെയും കാണുന്നു, അവരൊരു ലെറ്റർ കൊടുത്തിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതുപോലെ വളരെയധികം എന്താ പറയാ ശരിയല്ലാത്ത ടീച്ചിങ് ഈ ചർച്ചകളിലേക്കൊക്കെ വന്നിട്ടില്ല. ഗലേഷ്യൻ ഏരിയയിലുള്ള ചർച്ചിലേക്ക് ഒക്കെ വന്നതിന് ശേഷം എന്ത് പറ്റുന്ന വെച്ചാൽ പലരും അതിൽ നിന്ന് ശരിക്കുള്ള ഡോക്ടറിൽ നിന്ന്, ശരിക്കുള്ള ഗോസ്പലിൽ നിന്ന് അവര് വ്യതിചലിച്ചുകൊണ്ട് അവര് തിരിച്ച് ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ
വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവര് തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്. അല്ലെ, തിരിച്ചു പോകാം അല്ലെങ്കിൽ അതിന്റെ ന്യായപ്രമാണത്തിന് കീഴിലുള്ള കാര്യങ്ങളൊക്കെ അവര് എന്താ പറയാ അങ്ങനെ പോകാമെന്ന് അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണ് പോൾ ഈ ലെറ്ററുകളൊക്കെ അവർക്ക് വേണ്ടി എഴുതുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ പോള് പിന്നെയും അവരോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, നിങ്ങള് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള വർക്കുകള് കൊണ്ടല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷ എന്ന് പറഞ്ഞാൽ, അല്ലെ, നിങ്ങളുടെ നീതീകരണം, അല്ലെ, രക്ഷ അവസാനമാണ് വരുന്നത്. ഒന്നാമത്തെ പത്രോസിനകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞത് അവസാനമാണ് രക്ഷ എന്നുള്ളത് വരുന്നത്. പക്ഷെ നീതീകരിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ വർക്ക് കൊണ്ടല്ല എന്ന് പറഞ്ഞിരിക്കുക. കാരണം അവര് വർക്കിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യപ്പെടുവാണ്, അല്ലെ. ഇവിടെ യാക്കോബിന്റെ അഡ്രസ് ചെയ്യുന്ന ചർച്ച് എന്ന് പറഞ്ഞാല് അഡ്രസ് ചെയ്യുന്ന ആൾക്കാര് 12 ട്രൈബുകളെ അഡ്രസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു, അല്ലെ. അപ്പൊ ആ 12 ട്രൈബുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് തിരിച്ചു പോവാൻ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു ടെൻഡൻസി കാണിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല യാക്കോബ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യാക്കോബിന്റെ ബുക്കിനെ പറ്റി പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ജ്ഞാനത്തിന്റെ ബുക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. ഒരു വ്യക്തി യേശുക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കണം എന്നുള്ളതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണത്. ന്യായപ്രമാണം എന്താ പറയാ വിജ്ഞാനം, അല്ലെ, വിസ്ഡം കൊടുക്കുന്ന ഒരു വിസ്ഡത്തിന്റെ ഒരു ബുക്കാണ് അത്, യാക്കോബിന്റെ ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തി യേശുക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാര്യം എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അവർക്ക് ട്രയൽസ് ഉണ്ടാകുമ്പോൾ, അല്ലെ, അവർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന്. പിന്നെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെറുതെ വചനം കേട്ട്, അല്ലെ, ഒന്ന് വായിച്ചു വിട്ടിട്ട് പോകുന്ന ആൾക്കാരാകരുത്. നിങ്ങൾ വചനത്തില് ഉറച്ചു നിൽക്കുന്ന, വചനം എന്താ പറയാ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരായിരിക്കും, വചനത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും, വചനം അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും, അല്ലെ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് അറിയാൻ പറ്റുമോ, പാർഷ്യാലിറ്റി പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കും, അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ യാക്കോബ് പറഞ്ഞു കൊടുക്കുവാണ്, അല്ലെ, വിജ്ഞാനം കൊടുക്കുവാണ് ആൾക്കാർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സഹോദരങ്ങൾ, അല്ലെ, കൂട്ടു സഹോദരങ്ങൾ, അല്ലെ. അപ്പൊ അവർക്ക് കഷ്ടപ്പാടാണ്, അവരെയും കൂടെ കൺസിഡർ ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം, അല്ലെ, എന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. ഇതേ വാക്ക് തന്നെ പോളും പറഞ്ഞിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഒരു മടിയും എന്താ പറയുക നമ്മൾ വെക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മളൊരു വിയറിയാകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ പറയാ നമുക്ക് മടുപ്പ് തോന്നിപ്പോകരുത്, അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ സഹോദരങ്ങൾക്ക്, അല്ലെ, കൂട്ടുവിശ്വാസികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ, അത് ദൈവത്തിന്റെ താല്പര്യമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്, നമ്മളോട് പറഞ്ഞേക്കുന്ന ഇഷ്ടമാണ്, അല്ലെ. ദൈവത്തിന്റെ മനസ്സതാണ്. അപ്പൊ നമുക്ക് ദൈവം ശാബാത്ത് കൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്, അല്ലെ. ശബാത്ത് എന്ന് പറയുമ്പോ എന്താ, അതിന്റെ ബാക്കിലുള്ള ഒരു സ്പിരിറ്റ്, ദൈവത്തിന്റെ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശബാത്തില് എല്ലാവരോടും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ശബാത്ത് റെസ്റ്റ് എടുക്കണം ദൈവം പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയല്ലേ, ഈ പണമുള്ളവർക്ക് സ്ഥലങ്ങളും പാടങ്ങളും അങ്ങനെ മുന്തിരിത്തോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം റെസ്റ്റ് കിട്ടണ്ടല്ലേ. അപ്പൊ ഈ വർക്ക് ചെയ്യിപ്പിക്കുന്ന മുതലാളി റെസ്റ്റ് എടുക്കുവാണെങ്കിൽ തൊഴിലാളിക്കും റെസ്റ്റ് കിട്ടൂല, അല്ലെ. അവരുടെ പറമ്പിലൊക്കെ നിലമുഴുന്ന കാളയ്ക്കും പോത്തിനും ഒക്കെ അതിന് റെസ്റ്റ് കിട്ടില്ല. അപ്പൊ അതാണ് ശബാത്തിന്റെ ഒരു സ്പിരിറ്റ്, ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്, അല്ലെ. അപ്പൊ ജൂബിലി ഇയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്ലേവ്സ് ആയിരിക്കുന്നവർക്ക്, ജൂബിലി ഇയറിൽ സ്ലേവ്സ് ആയിരിക്കുന്നവർക്ക് അവർക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ സ്ഥലങ്ങൾ, അല്ലെ, ഇപ്പൊ മുന്തിരിത്തോപ്പോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അതിന്റെ കായെല്ലാം പറിച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറിച്ച് എടുക്കരുത്, കുറച്ചിട്ടേക്കണം, പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നല്ല പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത്, അല്ലെ, മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുക എന്നുള്ളത് അത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ തന്നെ എന്താ പറയണ, ഈ യാക്കോബിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്, അല്ലെ. നമ്മുടെ സഹോദരങ്ങൾ ഒരാള് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ, വസ്ത്രം ഇടാനില്ലെങ്കിൽ നീ എന്നാ പൊക്കോ, അല്ലെ. നിനക്ക് വെറുതെ ഇങ്ങനെ വാഗൊണ്ട് അനുഗ്രഹിച്ചു വിട്ടിട്ട് കാര്യമില്ലല്ലോ, അല്ലെ. നീ 16-ാമത്തെ വാക്കിന് പറഞ്ഞ സമാധാനത്തോടെ പോയി തീ കായുകയോ വിശപ്പടക്കുകയും ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്കുള്ളതും ആവശ്യമുള്ളതും ഒന്നും കൊടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ വാഗൊണ്ട് പറഞ്ഞുള്ള ഉപകാരം എന്താണ്, അല്ലെ. അപ്പൊ അതാണ് ഇവിടെ
പറയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് യാക്കോബ് വഴി പറയുന്നത് നമ്മൾ അങ്ങനത്തെ വ്യക്തികളാകരുത് അല്ലെ. നമ്മളുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് അല്ലെ. നമ്മളുടെ ഉള്ളിൽ വിശ്വാസം, അത് വിശ്വാസത്തെ പ്രവൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെ. അവിടെയാണ് നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെറുതെ വിശ്വാസമുണ്ട്. ഇന്നത്തെ ചർച്ചയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എനിക്ക് വിശ്വാസമുണ്ട് അല്ലെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഉള്ള ആൾക്കാരെ പറ്റി പറയും. നമ്മൾ പ്രാർത്ഥിക്കും, കണ്ണുമാനം പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അല്ലെ, പ്രാർത്ഥിക്കാതിരിക്കുന്നവരാകരുത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്താ പറയുക, പ്രവൃത്തിയാക്കി മാറ്റുന്നവർ ആയിരിക്കണം അല്ലെ. അതാണ് ദൈവത്തിന്റെ വഴി. നമ്മൾ പ്രവർത്തികൾക്കകത്തേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വരും 17-ാമത്തെ ചാപ്റ്ററിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ യേശുക്രിസ്തുവിനാണ്, അവനിലല്ലോ നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുകയും ചെയ്യുന്നത് അല്ലെ. അവനിൽ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മൊമെന്റില് നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം പോയി അല്ലെ. പുതിയ ജീവിതമാണ് നമുക്ക്. ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, അവനിൽ യേശുക്രിസ്തുവിൽ നമ്മളായിരിക്കുക, യേശുക്രിസ്തുവിൽ ജീവിക്കുക, യേശുക്രിസ്തുവിൽ ചരിക്കുക, യേശുക്രിസ്തുവിൽ ഇരിക്കുക അല്ലെ. യേശുക്രിസ്തുവിലായിരിക്കുക, കംപ്ലീറ്റ് ആയിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ചെയ്യുന്നത് മൊത്തം അവൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, പിതാവിൽ വിശ്വാസമുണ്ട് അല്ലെ. അപ്പൊ യേശു ഈ ലോകത്തിലേക്ക് വന്ന തന്റെ പിതാവിനോടുള്ള സ്നേഹം കാരണം, എന്താ പറയാ, അനുസരണ കാരണം, വിശ്വാസം കാരണമാണല്ലോ. അപ്പൊ തന്റെ സ്നേഹത്തെ അല്ലെ, തന്റെ വിശ്വാസത്തെ യേശുക്രിസ്തു എന്താ ചെയ്തത്, തന്റെ പ്രവൃത്തിയാക്കി മാറ്റുക ചെയ്തത് അല്ലെ. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വരികയും ക്രോസ് ഓഫ് കാൽവരി മരിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം അല്ലെ. അപ്പൊ അത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ അത് പ്രവൃത്തിയാക്കി മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാഘാവിന്റെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ. എന്താ പറയുക, ഈ രാഘാബ് ജൂത സ്ത്രീ ആയിരുന്നില്ലെങ്കിൽ പോലും അല്ലെ, അവര് കേട്ടിട്ടുണ്ട് അല്ലെ, ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് പേടിയുണ്ട് ഇസ്രായേലിന്റെ ദൈവത്തെ. അപ്പൊ അത് അവരുടെ പ്രവൃത്തിയാക്കി അവർ മാറ്റി അല്ലെ. 2 സ്പൈകൾക്ക് അല്ലെ, ദൂതന്മാർക്ക് അവര് സ്ഥലം കൊടുത്ത്, വീട്ടിൽ സ്ഥലം കൊടുത്തു. അതിനുശേഷം അവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സംരക്ഷിച്ച് തിരിച്ച് അവർ വിടുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അവരുടെ വിശ്വാസം അത് പ്രവൃത്തിയായിട്ട് മാറി അല്ലെ. അപ്പൊ അങ്ങനെ ആ വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറുന്നില്ലെങ്കിൽ അതൊരു ചത്ത വിശ്വാസമാണ് അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വിശ്വാസത്തെ അത് പ്രവൃത്തിയാക്കി മാറ്റുക, അതിന് എന്താ പറയുക, ജീവൻ കൊടുക്കുക. പ്രവൃത്തിയാണ് വിശ്വാസത്തെ ജീവൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചത്ത വിശ്വാസമാണ് അല്ലെ. വെറുതെ എനിക്ക് വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളരെയധികം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷെ അതുകൊണ്ട് വെറുതെ എന്ന് വിശ്വസിച്ചിട്ട് എന്ത് കാര്യം, അതിനോട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ യേശുക്രിസ്തുവിന്റെ കാര്യം ഞാൻ ഇപ്പം പറഞ്ഞില്ല, യേശുക്രിസ്തു ഓപ്പറേറ്റ് ചെയ്തത് മൊത്തം വിശ്വാസത്തിലായിരുന്നു അല്ലെ. അപ്പൊ ഖനായിലെ കല്യാണത്തില് വെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് യേശുക്രിസ്തു തന്റെ വിശ്വാസത്തെ എന്താ പറയാ, പ്രവർത്തിക്ക് മാറ്റി ചെയ്ത്. യേശുക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ കാണുന്നില്ല അല്ലെ. യേശു വെള്ളം അപ്പൊ അവിടുന്ന് സർവന്റുമാരോട് പറയുന്നു, നിങ്ങൾ വെള്ളം കോരി ആ കൽഭരണിക്കകത്തോട്ട് ഒഴിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വെള്ളം എടുത്തോണ്ട് പോകാൻ പറയുന്നു. ആ പോകുന്ന വഴിക്കാണ് അത് എന്താ പറയാ, വീഞ്ഞായിട്ട് തീരുന്നത്. അപ്പൊ അവിടെ യേശു തന്റെ വിശ്വാസത്തെ പ്രവൃത്തിയാക്കി മാറ്റുക ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ എന്താ പറയുന്നത്, മേരിക്കും അങ്ങനെ തന്നെയായിരുന്നു. മേരിക്ക് വിശ്വാസമാണ് തന്റെ മകനെ അല്ലെ. അതുകൊണ്ടാണ് മേരി എന്ന് പറഞ്ഞത് അല്ലെ. മേരി എന്ന് പറഞ്ഞു ഇവിടെ വീഞ്ഞിൽ എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നിപ്പോ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സ്ഥലത്ത് ഇത് കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവിടെ യേശു പറയുന്ന വാക്ക് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്കറിയാം ദൈവമേ അങ്ങ് എന്നെ കേൾക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അല്ലെ. അവരൊന്ന് അറിയണം, അത് അങ്ങ് എന്നെ സെൻഡ് ചെയ്തെന്ന് അറിയണം അല്ലെ. അവർക്കറിയണം ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയാം. ഞാൻ ജീവനാണെന്നും ഉയർത്തെഴുന്നേൽപ്പാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ല, യേശുവിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെ. പ്രാർത്ഥന ആ വിശ്വാസത്തെ അത് പ്രവൃത്തിയെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോസ്തലന്മാരുടെ കാര്യം എടുത്ത് നോക്കിയേ അല്ലെ. പോളിനെ പറ്റി ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ, ലൈസ്രയേൽ അല്ലെ, ലിസ്ര. അപ്പൊ 14-ാമത്തെ ചാപ്റ്റർ പ്രവർത്തികളുടെ നമുക്കറിയാം, പോള് ലൈസ്രയേൽ അല്ലെങ്കിൽ ലിസ്ര എന്നാണ്, ലൈസ്ര എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കാല് വയ്യാതിരുന്ന വ്യക്തി. അപ്പൊ ഇവര് പ്രീച്ച് ചെയ്യുമ്പോൾ ഈ വ്യക്തി അവരെ ഇങ്ങനെ നോക്കുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോൾ അയാളോട് എഴുന്നേക്കാൻ പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അയാള് സുഖപ്പെടുന്നു, അയാളുടെ മുടന്തെല്ലാം പോകുന്നു. പക്ഷെ പീറ്റർ അങ്ങനെയല്ല. പീറ്ററിന്റെ ജോണിന്റെ വിശ്വാസം കൊണ്ടാണ് ബ്യൂട്ടിഫുൾ ഗേറ്റ് അല്ലെ, ആ മനോഹര ഗേറ്റ് എന്ന് പറയുന്നിടത്ത് അല്ലെ, അന്ന്
അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നത് അല്ല, ബ്യൂട്ടിഫുൾ ഗേറ്റിൽ വെച്ച് ഈ വ്യക്തി അല്ലെ പോളിനോടും സോറി പീറ്ററിനോടും ജോണിനോടും ആം, എന്താ പറയുന്നത് യാചിച്ച് പണം യാചിക്കുന്ന ആളല്ല. അയാളുടെ കാലം ഇതുപോലെ തന്നെ മുടന്തായിരുന്നല്ലോ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായിരുന്ന ആള് അല്ലെ, അയാളോട് യാചിക്കാൻ വേണ്ടി കിടന്ന ആള്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല, ഇവരാരെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. പക്ഷെ അവിടെ പീറ്ററിന് വിശ്വാസമുണ്ട്, എന്താ പറയാ പീറ്ററിന് വിശ്വാസമുണ്ട്, ജോണിന് വിശ്വാസമുണ്ട്. അവരുടെ വിശ്വാസമാണ് മറ്റേ ആളുടെ ഹീലിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത് അല്ലെ. അപ്പൊ ഇവരെല്ലാം ഈ അപ്പോസ്റ്റലന്മാരെല്ലാം യേശുവിനെ ഫോളോ ചെയ്തവരാണ്, പൂർണ്ണമായിട്ട് ഫോളോ ചെയ്തവരാണ്. യേശു എത്രമാത്രം വിശ്വാസത്തിലാണോ ആ വിശ്വാസം എങ്ങനെയാണ് അത് പ്രവൃത്തിയാക്കി മാറ്റിയത് അതുപോലെ വിശ്വാസത്തെ പ്രവൃത്തിയാക്കി മാറ്റിയ വ്യക്തികളായിരുന്നു അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് ഈ ലോകത്തെ പിടിച്ചു കുലുക്കാൻ മാത്രമുള്ള ഒരു ശക്തി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തെ പറ്റി പറയുന്നത്, ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കിലുള്ളതല്ല അല്ലെ. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ, ഞാൻ കുറച്ച് ബൈബിളൊക്കെ വായിക്കും, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ പവറാണ് അല്ലെ, ദൈവത്തിന്റെ പവറാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ പവറാണ് അല്ലെ. നമുക്കറിയാം എങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയല്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ ആത്മാവല്ല, പക്ഷെ പവറിന്റെ ആത്മാവാണ് അല്ലെ. സ്നേഹത്തിന്റെ സൗണ്ട് മൈൻഡിന്റെയും അല്ലെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ. പവറാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് വരുമ്പോൾ പവർ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ വിശ്വാസത്തെ പ്രവർത്തികളാക്കി മാറ്റണം എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എബ്രാഹിമിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക 2-ാമത്തെ ചാപ്റ്റർ, യാക്കോബിന്റെ 2-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുക. എബ്രാഹിമിനെ പറ്റി നമ്മൾ ജനസസ് 15-ലൊക്കെ വായിക്കുന്നത്, എബ്രാഹിമിന്റെ വിശ്വാസം കാരണം എബ്രാഹിമിനെ റൈച്ചസ് ആയിട്ട് ദൈവം കൗണ്ട് ചെയ്തു അല്ലെ, നീതിമാനായിട്ട് കൗണ്ട് ചെയ്തു അല്ലെ. വിശ്വാസമാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പൊ ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുക, ആ എബ്രഹാം തന്റെ മകൻ ഐസക്കിനെ ബലി കൊടുക്കാൻ വേണ്ടി അത് ചെയ്തപ്പോൾ അല്ലെ, ബലി കൊടുത്തില്ല, കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയാ ചെയ്തു ചെയ്യുമ്പോൾ അവിടെ ആ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അത് അവിടെ ശരിക്കും പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, എബ്രഹാമിന്റെ വിശ്വാസമാണ് അല്ലെ. തന്റെ വിശ്വാസം കൊണ്ടാണ് എബ്രഹാം എന്താ പറയുക വിശ്വാസം അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. 21-ാമത്തെ വാക്കിനെ പറഞ്ഞു 2-ാമത്തെ ചാപ്റ്റർ യാക്കോബിന്റെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പിതാവ് എബ്രഹാം തന്റെ മകനെ, യാക്കോബിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 21-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പിതാവായി എബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാക്കോബിടത്തിൽ അർപ്പിച്ചതിന് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്ന്, പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് നമുക്ക് കാണുന്നു. അപ്പൊ പ്രവൃത്തി ചെയ്തപ്പോൾ ആ വിശ്വാസം വ്യാപരിച്ചെന്നും, പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് കാണുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മൾക്ക് ഉണ്ടായെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്തേ സാധിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം മാർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 16-ാമത്തെ ചാപ്റ്റർ 16-ാമത്തെ വാക്കിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുവാണ് രക്ഷിക്കപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസത്തോട് നമ്മൾ എടുക്കുന്ന ഒരു പ്രവർത്തനം. പലരുടെ ജീവിതത്തിൽ അല്ലെ, പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആൾക്കാർക്കൊക്കെ സ്നാനം കൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ മുമ്പിൽ അതൊരു പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്, യേശുവിനെ പറ്റി പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് സ്നാനം എടുത്തുമ്പോ നാട്ടുകാർ മൊത്തം കാണും അല്ലെ. അതൊരു എന്താ പറയുക ഒരു ധൈര്യത്തിന്റെ ഒരു പ്രവൃത്തിയാണത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങുന്നവർ എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസം കൊണ്ട് മാത്രമല്ല. പക്ഷെ ഇവിടെ എന്താ പറയുക, പോള് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള വർക്ക് ചെയ്യുന്നവരല്ല രക്ഷിക്കപ്പെടുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നിങ്ങൾ കുറച്ച് ആട്ടുകൊറ്റന്മാരെ ബലി കൊടുത്തുകൊണ്ട് അല്ലെ, നിങ്ങളുടെ ട്രഡീഷൻ, നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചതിന് ശേഷം അല്ലെ, യേശുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശു എങ്ങനെയായിരുന്നു അതുപോലെ ആയിത്തീരും. അപ്പൊ അതാണ് നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്. യാക്കോബിന്റെ തന്നെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 22-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെറുതെ കേൾക്കുന്നവരായിരിക്കും, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായിരിക്കും, പക്ഷെ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അതാണ് ദൈവം
ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനത്തെ 8-ാമത്തെ ചാപ്റ്ററിന്റെ 29-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഇമേജിലേക്ക് അല്ലെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുന്നവരായിരിക്കണം അല്ലെ. യേശു എങ്ങനെയായിരുന്നു? യേശു തന്റെ വിശ്വാസം കാത്തുകൊണ്ട് സ്വർഗത്തിലിരിക്കാൻ നമ്മളൊന്നും രക്ഷിക്കപ്പെടത്തില്ല. യേശു തന്റെ വിശ്വാസം കാത്തുകൊണ്ട് വെറുതെ ഇരിക്കുവായിരുന്നെങ്കിൽ എന്താ പറയുക, ജെറുസലേമിൽ അന്ന് യേശു ചെയ്ത അത്രയും വർക്കുകൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ജോൺ തന്നെ എഴുതിയിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ചെയ്ത കാര്യങ്ങൾ മൊത്തം എഴുതുവാണെങ്കിൽ ബുക്കൊന്നും തികയത്തില്ല അല്ലെ. ലോകം മൊത്തം ഫുള്ളാവും യേശു ചെയ്ത കാര്യങ്ങളെ പറ്റി എഴുതിയ ബുക്ക് കൊണ്ട് തന്നെ അറിയും. കാരണം വെച്ചാൽ അത്രയും കാര്യങ്ങൾ ചെയ്ത ആളാണ് യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരായിരിക്കട്ടെ അല്ലെ. നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ പ്രാർത്ഥനയെ അത് പ്രവൃത്തിയായി കൺവേർട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. അതിനെ പറ്റിയാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിശ്വാസം കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നോണ്ട് അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഒരു പ്രവൃത്തി ചെയ്യുന്നോണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ വിശ്വാസം നമ്മൾ നമ്മൾ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ കുഞ്ഞുങ്ങളായി തീർന്ന ആ വിശ്വാസത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ മാറ്റുന്നവർ ആയിരിക്കട്ടെ എന്നാണ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ കൺഫ്യൂഷന്റെ ഒരു കാര്യമില്ല. നമ്മൾക്ക് ദൈവം നമ്മളെ സ്വീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിലുള്ള നമ്മുടെ വിശ്വാസം, യേശുവിലുള്ള എന്താ പറയാ വിശ്വാസം കൊണ്ടാണ് അത് വാസ്തവം. പക്ഷെ അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മള് ദൈവത്തില് ആയിരിക്കുന്നവരായിരിക്കട്ടെ, ദൈവം ചെയ്ത പോലത്തെ പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കട്ടെ. അതിനെപ്പറ്റി മാത്രമാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളായി, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനെപ്പറ്റിയാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ യാക്കോബിന്റെ ബുക്ക് എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ ബുക്ക്, ജ്ഞാനം കൊടുക്കുന്ന ബുക്കാണത് അല്ലെ. ജ്ഞാനം നമുക്കുണ്ടാകണമല്ലോ അല്ലെ. ഡിസൈൻമെന്റ്, വിസ്ഡം, ഡിസൈൻമെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, നോളജ് വരെ നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അപ്പൊ അങ്ങത് തരുന്ന ഒരു ബുക്കാണ് യാക്കോബിന്റെ ബുക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ താങ്ക് യു സോ മച്ച് മാസ്റ്റർ യേശുവെ. ഞങ്ങൾ അങ്ങനെ പോലുള്ള വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങ് എങ്ങനെയായിരുന്നു കർത്താവ്? അങ്ങയുടെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട് കർത്താവ് യേശുവെ അങ്ങ് എങ്ങനെയായിരുന്നു? ഓ മാസ്റ്റർ, അങ്ങയുടെ വിശ്വാസം അങ്ങ് ഒരു പ്രവർത്തികളായിട്ട് കൺവേർട്ട് ചെയ്തതുപോലെ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഞങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കർത്താവ്. യേശു നാമത്തിൽ കർത്താവ് കൃപ തരണം എന്ന് അപേക്ഷിക്കുക. അങ്ങയുടെ കൈകൾ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങയുടെ മുഖം ഞങ്ങളുടെ നേരെ പ്രകാശിക്കുന്നു. നന്ദി പിതാവേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന, അപേക്ഷിക്കുന്നു. അവര് അങ്ങിൽ വേരൂന്നിയവരായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.